ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ഒരു ചോദ്യം വീണ്ടും സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. മതം മാറിയാൽ ഒരാളുടെ ജാതി ഇല്ലാതാകുമോ? ക്രിസ്തു മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ പരിവർത്തനം ചെയ്ത ദളിത് വിഭാഗക്കാർക്ക് പട്ടികജാതി പദവി നൽകണമോ എന്ന കാര്യത്തിൽ രാജ്യത്ത് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്ത് തീരുമാനമായിരിക്കും ഇന്ത്യൻ പരമോന്നത കോടതി എടുക്കുക? നമുക്ക് നോക്കാം. 1950 പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം ഹിന്ദു, സിഖ്, ബുദ്ധ മതവിഭാഗങ്ങളിലെ ദളിതർക്ക് മാത്രം ലഭിക്കുന്ന SC പദവി ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിലെ ദളിതർക്ക് കൂടി ലഭ്യമാക്കണമെന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള പോരാട്ടം ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഹിന്ദു മതത്തിലുള്ളവർക്ക് മാത്രമായിരുന്നു SC പദവി. എന്നാൽ 1956 സിഖ് മതക്കാരെയും 1990 ബുദ്ധമതക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തി. നിലവിൽ കേന്ദ്ര സർക്കാർ നിയമിച്ച ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ നിർണായകമാണ്. ഇതിനിടയിലാണ് ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമനിർമ്മാണ ചർച്ചകളും ഭരണഘടനാ ഭേദഗതി ആവശ്യങ്ങളും ഉയരുന്നത്. മതം മാറിയാൽ ഒരാളുടെ ജാതി ഇല്ലാതാകുമോ എന്ന ചോദ്യം ഇന്ത്യയിലെ ദളിത് ക്രിസ്ത്യാനികൾ പതിറ്റാണ്ടുകളായി ചോദിക്കുന്ന ചോദ്യമാണ്. ക്രിസ്തു മതത്തിലേക്ക് മാറിയാൽ ജാതിയിൽ നിന്നുള്ള മോചനം ലഭിക്കുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ഇന്നും വിവേചനത്തിന്റെ മതിലുകൾ ഉയർന്നു നിൽക്കുന്നു. മാത്രമല്ല, മതം മാറിയതിന്റെ പേരിൽ അവർക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായ പട്ടികജാതി പദവി കൂടി നിഷേധിക്കപ്പെടുന്നു. ഇവർക്ക് കേന്ദ്ര സർക്കാർ ജോലികളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ നിയമസഭാ ലോകസഭാ തിരഞ്ഞെടുപ്പുകളിലോ ഉള്ള SC സംവരണം ലഭിക്കില്ല. ജാതി എന്നത് ഹിന്ദുമതത്തിന്റെ ഭാഗമാണെന്നും ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്തുമതം പോലെയുള്ള സമത്വം വിഭാവനം ചെയ്യുന്ന മതങ്ങളിലേക്ക് മാറുന്നതോടെ ജാതി ഇല്ലാതാകുന്നു എന്നുമാണ് ഇതിന്റെ ആധാരമായ പഴയ വാദം. സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ ഈ ചർച്ചകൾക്ക് വീണ്ടും ചൂടുപിടിപ്പിക്കുകയാണ്. ക്രിസ്തുമതം സമത്വം വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ സഭയ്ക്കുള്ളിൽ ജാതി ശ്രേണി ശക്തമാണ്. ഇന്നും പലയിടങ്ങളിലും ദളിത് ക്രിസ്ത്യാനികളെ അടക്കം ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. മതം ഒന്നാണെങ്കിലും ജാതി നോക്കിയുള്ള വിവാഹങ്ങളാണ് സഭയ്ക്കുള്ളിൽ ഭൂരിഭാഗവും നടക്കുന്നത്. മതം മാറുന്നത് കൊണ്ട് മാത്രം ജാതിപരമായ അസ്പർശ്യതയോ സാമൂഹികമായ പിന്നോക്കാവസ്ഥയോ മാറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ വ്യക്തമാക്കുന്നത് മതം മാറിയാലും ദളിതരുടെ സാമൂഹികാവസ്ഥയിൽ മാറ്റം വരുന്നില്ല എന്നാണ്. പട്ടികജാതി പദവി ലഭിക്കാത്തതിനാൽ ജോലിയിലും വിദ്യാഭ്യാസത്തിലും ഇവർക്ക് ലഭിക്കേണ്ട വലിയൊരു അവസരം നഷ്ടപ്പെടുന്നു. സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണങ്ങൾ ദളിത് ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ജാതി എന്ന് മതപരമായ ഒന്നല്ല, മറിച്ച് അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണെന്ന് കോടതി തിരിച്ചറിയുന്നു. ദളിത് ക്രിസ്ത്യാനികളുടെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ കോടതി പരിശോധിക്കുന്നുണ്ട്. 75 വർഷമായി തുടരുന്ന ഈ വിവേചനത്തിന് അന്ത്യമുണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. വിദേശ നയങ്ങളും സാമ്പത്തിക ചർച്ചകളും ആഘോഷമാക്കുന്നതിനിടയിൽ ഇത്തരം അടിസ്ഥാന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ്. വിദേശ മതങ്ങളായ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും മാറിയവർക്ക് SC പദവി നൽകുന്നത് യഥാർത്ഥ പട്ടികജാതിക്കാരുടെ സംവരണ വിഹിതം കുറയ്ക്കുമെന്നും ഇത് വലിയ തോതിലുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് വഴിതെളിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രധാന വാദം. ജാതിയുടെ പേരിലുള്ള പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മതം മാറിയവർക്ക് ആ മാറ്റത്തിന്റെ പേരിൽ തന്നെ നീതി നിഷേധിക്കപ്പെടുന്നത് ഇരട്ട പ്രഹരമാണ്. മതം മാറാൻ അവകാശമുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ജാതിയുടെ ആനുകൂല്യങ്ങൾ മതം നോക്കി നിശ്ചയിക്കുന്നത് എത്രത്തോളം ശരിയാണ്? സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം കേവലം സംവരണത്തെക്കുറിച്ചുള്ളതല്ല, മറിച്ച് ഇന്ത്യൻ ജനാധിപത്യം ജാതി എന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടയാളമായിരിക്കുന്നത്. KG ബാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ ഈ വർഷം തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം.